A quiet, peaceful village tucked away in the interiors of Kerala. Like any other place in India, the contrast between poverty and prosperity is stark. From this village, the woman travels thousands of miles away for work. This film is about her. It is about the thousands of migrant women working in the fish processing industry. Suja, nurse, mother, deserted wife, migrant worker, all of 26 years, with a family of father, brothers, sisters, their spouses and children to look after. Pre-degree വരെ തിരുവല്ലം മാർത്തോമ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞ് പ്രീ-ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഇവിടെ നേഴ്സിംഗ് പഠിക്കാം. ചങ്ങനാശ്ശേരി അൽഫോൻസ ഹോസ്പിറ്റലിൽ വന്ന് 3 വർഷം നേഴ്സിംഗ് പഠിച്ചു. വീട്ടിൽ ഞങ്ങൾ അച്ഛനും അമ്മയും അനിയത്തിയും ആങ്ങളെ ഞങ്ങളങ്ങനെയാണ്. ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവുമായിട്ട് പിണങ്ങി കഴിഞ്ഞപ്പോഴേ ഒരു ചെറുപ്രായത്തിൽ ഭർത്താവുമായിട്ട് ഇങ്ങനെ പിണങ്ങി നിൽക്കേണ്ടല്ലോ, ആ മാനസിക വിഷമം എല്ലാം കൂടെ ഞങ്ങളുടെ കൂട്ടുകാരി ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പുള്ളിക്കാരോട് ചോദിച്ചു എൻ്റെ ജോലി ഇതുപോലെ ഞാൻ നേഴ്സിംഗ് പഠിച്ചത് അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിലെങ്ങാനും ജോലി കിട്ടുവാണെങ്കിൽ പോകാമെന്നും കൊണ്ട് അങ്ങനെയാണ് ഈ കമ്പനിയിൽ ജോലി ചെയ്തത്. To 25-year-old women from Kerala, Karnataka and Tamil Nadu migrate to far-off coastal areas in search of work, in search of freedom and respectability in their villages. We meet many of these women and their families and are dismayed to find that they are often aware of their impending captivity at their places of work. വെളിനാട്ടിൽ കമ്പനിക്ക് പിള്ളേരെ എടുക്കാൻ വേണ്ടി വന്നത് കാരണം ഞങ്ങൾ അവരോടൊപ്പം ചെല്ലാമെന്ന് തീരുമാനിച്ചു. അവരെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ശമ്പളം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കൊണ്ടുപോയതായിരുന്നു. ഇവിടെ നിന്ന് 1936 രൂപ ശമ്പളം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നിട്ട് ആദ്യത്തെ മാസം അവർ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് 860 രൂപയാണ് തന്നിട്ടുള്ളത്. കാര്യം ചോദിച്ചിട്ട് ആ മാസം ഞങ്ങളെ പണിയെടുത്തിട്ടില്ല, ഞങ്ങളുടെ ആഹാരത്തിൻ്റെ കാശൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരത്രയും പൈസ വെട്ടിച്ചെടുത്ത് പിറ്റാമത്തെ മാസമാണെങ്കിൽ തന്നിട്ടുള്ളത് 980 രൂപ. 250 രൂപ BF എടുക്കണം, 500 രൂപ ആഹാരത്തിനെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോ മാസവും അവർ ആ കാശ് വെട്ടിച്ച് അവർ തന്നെ എടുക്കുക. അത് കാരണം ഞങ്ങൾ 4 മാസമേ ബന്ദർ കാശറോക്കിൽ പണിയെടുത്തിട്ടുള്ളൂ. കടലിൻ്റെയും കായലിൻ്റെയും അടുത്തായിരുന്നു കമ്പനി. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തന്നെ ഞങ്ങൾ അതെല്ലാം അങ്ങ് തൃപ്തിയാക്കിക്കൊള്ളാണ്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് കിട്ടാൻ വശമില്ല. അത് കാരണം ഞങ്ങൾ ആ കമ്പനിയിൽ പണിയെടുത്തിട്ട് തിരികെ നാട്ടിൽ പോകുന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്ന് ശകലം കാശുകൾ കിട്ടേണ്ട ആ കാശൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല.
1 മണിക്കും വെളുപ്പാ രാവിലെയൊക്കെ അവർ ഐക്കോപ്പിലൊക്കെ കയറ്റി ഞങ്ങളെ പണിയെടുപ്പിക്കുക. അപ്പോൾ കൊള്ളാത്ത തണുപ്പായിരിക്കും. ഞങ്ങൾക്ക് ഒരു യൂണിഫോം അല്ലെങ്കിൽ വേറെ ഒരു ഡ്രസ്സ് അവരില്ല. ഞങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രസ്സ് മാത്രമേ ഞങ്ങൾ അവിടെ ഇട്ട് ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ അവർക്ക് അതിൽ നിന്നും ഒരു കോട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ അതിൽ നിന്നും കാശ് ഞങ്ങളെ കൊണ്ട് അവർ ഈടാക്കി അത് എടുക്കുകയും ചെയ്യും. ഞങ്ങളൊരു ഹാളിൽ താമസം 100 പേരായിരുന്നു. 100 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. ഞങ്ങൾക്ക് തുണി ഉണക്കാനോ തയ്ക്കാനോ ഉള്ള ഒരു സൗകര്യവും ആ ഹാളിൻ്റെ അകത്തില്ല. പക്ഷെ തയ്ക്കാൻ വേണ്ടി ഒരു സ്വിച്ച് ബോർഡ് കാണാം. അതിൽ 100 പേർക്കും തയ്ക്കാൻ അവിടെ സൗകര്യമില്ല. ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ 11 മണിക്കാണ് അവിടെ വെള്ളം കിട്ടുന്ന സമയം. അതുവരെ വെള്ളം ഇല്ല. പിറ്റേന്ന് ഞങ്ങൾ പണിക്ക് വെള്ളം ഇല്ലാത്ത കാരണം ഞങ്ങൾ ചെട്ടി പണിക്ക് പോയില്ലെങ്കിൽ അന്ന് ഞങ്ങളുടെ കാട്ടിൽ ആക്സിഡൻ്റ് അടിച്ച് അവരെ ഉറക്കി വിടും. ഊണ അല്ല പച്ചക്കറി അങ്ങനെ ഒന്നുമില്ല. ഒരുമാതിരിയുള്ള ഒരു കറി വെച്ച് ഒരു ചോറ് അവർ തരും. അത് ഞങ്ങൾ കഴിക്കും. ഞങ്ങളൊരു കുഴപ്പവും പറയില്ല. അത് കഴിക്കും. ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുന്ന കുട്ടികളോ അതങ്ങനെ കാണിക്കും. പക്ഷെ പണി കഴിഞ്ഞ് ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങി വരും, 11 മണിക്ക് വരും, 1 മണിക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കുളിക്കാനോ അലക്കാനോ അതിന് വെള്ളമില്ല. അങ്ങനെയൊക്കെയുള്ള സൗകര്യമാണ് കമ്പനി സൗകര്യം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പറഞ്ഞു കൊണ്ടുപോകുമ്പോൾ 1000 രൂപ നിങ്ങൾക്ക് ഫ്രീ തരാം, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകും. ഇവിടെ ആൾക്കാരുടെ മുമ്പിലൊക്കെ വെച്ച് ലൈവറുടെ മുമ്പിലും വെച്ച് അവരെ തരും. എന്നിട്ട് ശമ്പളം വാങ്ങിക്കാൻ സമയത്ത് കാശ് നോക്കുമ്പോൾ കാശില്ല. ആ പൈസ അവർ അതൊന്ന് കട്ട് ചെയ്ത് അവരെടുക്കണം. ഞങ്ങൾക്കൊന്നും തിരിച്ച് അവരോട് മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ അവരുടെ നാടായിപ്പോയി, അവരുടെ സ്ഥലമായിപ്പോയി എന്നൊക്കെ ഞങ്ങൾ പേടിക്കും. അതുകൊണ്ട് അവരോട് തിരിച്ച് എതിരെ ഞങ്ങളൊന്നും പറയില്ല. അവർ തരുന്ന കാശ് തന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അവർ ഞങ്ങൾ എന്തെങ്കിലും അവരോട് തിരിച്ച് പറയുകയാണെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തുന്നത് നിന്നെയൊക്കെ ഇവിടെ വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് ഇത്ര 1000 രൂപ ഞങ്ങൾ അവിടെ കെട്ടിവെച്ചിട്ടാണ് നിങ്ങളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൽ നിന്നും കൂടിയ ശമ്പളമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൃത്യമായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ ലൈബ്രറി അവിടെയൊക്കെ ഞങ്ങൾ 2.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടാനുണ്ടെങ്കിൽ അവിടെ ചെന്ന് ചോദിച്ചു വാങ്ങണമെന്നാണ് അവർ ഇന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള മറുപടി. രണ്ടും മൂന്നും പെൺകുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇത്രയും പൈസ സ്വരൂപിച്ച് കല്യാണം നടത്തി വിടുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കുട്ടികൾ പുറത്തു പോയി ജോലി ചെയ്തുകൊണ്ട് വരുന്ന അവരൊരു 10 വർഷമൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവരുടേതായിട്ടൊരു 10-50,000 രൂപ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. പിന്നെ ഈ കുട്ടികൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ സാധാരണ ഇവർക്കൊരു അംഗീകാരമുണ്ട്. ഇവരൊരു വരുമാനം കണ്ടെത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യത്തിന് വസ്ത്രങ്ങളും മറ്റ് വീട്ടുപകരണങ്ങൾ ഇപ്പം ടേപ്പർക്കാരുടെ ഇതൊക്കെ അവർ ജോലി ചെയ്യുന്ന പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പം നാട്ടിൽ വരുമ്പോൾ അവർക്ക് വീട്ടിലൊരു അംഗീകാരമുണ്ട്, നാട്ടിലൊരു അംഗീകാരമുണ്ട്. അവരുടെ ഭാഷയിൽ അവരുടെ സാംസ്കാരികമായിട്ട് തന്നെ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഒരു അംഗീകാരം നാട്ടിൽ കിട്ടുന്നുണ്ട്, വീട്ടിൽ കിട്ടുന്നുണ്ടൊക്കെ അവർക്ക് വീണ്ടും ഇപ്പോൾ പെൺകുട്ടികൾ കൂടുതലായിട്ട് പുറത്തുപോയി ജോലി ചെയ്യാനായിട്ട് തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഇത് നോക്കുകയാണെങ്കിൽ ശരിക്കും ഈ മേഖലയിൽ പോയി പണിയെടുക്കാനായിട്ട് കുട്ടികൾ പോകുന്ന ഈ പെൺകുട്ടികൾ പോയി പണിയെടുക്കണം, വരുമാനം കണ്ടെത്തണം. കാരണം ഇന്ന് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടായാൽ മാത്രമേ അവർക്ക് ഒരു മൊത്തത്തിൽ ഒരു സമൂഹത്തിലും അവർക്കൊരു അംഗീകാരം ഉണ്ടാകാനൊക്കെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഈ തൊഴിൽ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ചില സമയത്താണെങ്കിൽ 75 പേര് കാണും, ചില സമയത്ത്
35, 40, 25 അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെയാണ്. അതിങ്ങനെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും ഒരിടത്തൊന്നും അല്ല കയറുന്നത്, പല കമ്പാർട്ട്മെൻറ്റിലായിട്ട് കയറി ഞങ്ങൾ ചില സമയത്ത് യാത്രയ്ക്ക് ഭയങ്കര ക്ലേശമൊക്കെ ആയിരിക്കും. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ നല്ല സൗകര്യം ഉണ്ടായിരിക്കും, യാത്ര സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരുമ്പോഴുള്ള പാടാണ് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത പാട്. ചിലപ്പം ഞങ്ങൾ മരണം വരെ മുന്നിൽ കാണാറുണ്ട്. ആ സമയത്ത് ലഗേജുകളുമായിട്ട് കയറുന്ന സമയത്ത് ഞങ്ങൾക്ക് സൗകര്യങ്ങളില്ലാതെ റിസർവേഷൻ ചെയ്ത് അയക്കാൻ പറയുമ്പോഴത്തേക്ക് അവർ സമ്മതിക്കത്തില്ല. കമ്പനി മാനേജർ സമ്മതിച്ചാലും കോൺട്രാക്ടർമാർ പറയാൻ പറ്റത്തില്ല എന്ന്. ഞങ്ങളുടെ കാശിന് അങ്ങനെ അയക്കാൻ പറഞ്ഞിരുന്നാലും അവർ സമ്മതിക്കത്തില്ല. അങ്ങനെയൊക്കെ As we enter this factory in Porbandar, it is nearly 3 in the afternoon. The bright sunlight remained outside without a chance to brighten up the dark workplace. Aware that using lights and large cameras would attract unwanted attention, we decided to do away with them. Luckily, we had managed to smuggle in a small format digital camera with which we filmed these women working in the dark. Declared a sunrise industry, fish processing contributes to over 4.3% of India's total export earnings. The growth of the industry is far larger than accounted for by rupee depreciation, which translates into a steady price rise in the international market. So does this buoyant prosperity rub off on the pillars of this industry, the workers? Employed at Ravi Fisheries in Mumbai, Suja and her fellow workers were constantly humiliated, ill-treated, abused, physically tortured and threatened. The fear in the minds of the workers was real. 250 women who dared to ask for their rights were sent back home overnight in March 1997. എനിക്ക് ആ കമ്പനി ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാതെ വേറൊരു കമ്പനി, സാവന്ത് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ജോലിക്ക്, ഞാനും വേറൊരാളും കൂടെ അവിടെ സാവന്ത് എന്ന് പറഞ്ഞ കമ്പനി ജോലിക്ക് പോയി. ഇത് കഴിഞ്ഞപ്പോൾ കമ്പനിയിലെ സൂപ്പർവൈസറും കമ്പനിയിലെ മാനേജറും എല്ലാം കൂടെ അവിടെ വണ്ടിയും കൊണ്ട് അവിടെ വന്ന് പറഞ്ഞു, ഇനി അവിടെ വന്നവരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ വരില്ല, എനിക്കിനി അവിടെ നിങ്ങൾ ആ കമ്പനി നടക്കുന്ന ആ അനശേഷ നടപടി, അതുപോലെ ഞങ്ങളെ കേരളത്തിൽ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ജോലിക്കാണെന്ന് പറഞ്ഞ് കൊണ്ട് തുച്ഛമായ ശമ്പളം തരികയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് പറയത്തക്ക സൗകര്യമൊന്നും ഇല്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അപ്പോൾ അവർ തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട്, ഇവിടെ തന്നെ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ല, പറ്റത്തില്ല, ഒന്നുകിൽ ഞങ്ങളെ നാട്ടിൽ വിടണം. ഇത് പറഞ്ഞില്ല, വീട്ടിൽ റൂമിൽ വാന്നും പറഞ്ഞ് ഞങ്ങളെ വണ്ടിയെ കയറ്റിയും കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അത് പണിക്ക് റൂമിൽ ഇതുപോലെ ഒറ്റയ്ക്ക് അടച്ചിടുകയും ഭക്ഷണമൊന്നും തരാതെ റൂമിൽ അടച്ചിടുകയൊക്കെ. അത് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ അല്ലെങ്കിൽ കൂട്ടുകാരി എന്നിട്ട് പുറത്ത് ഇതുപോലെ ആൾക്കാരോട് എന്ന് പറയുന്നത് പേടിപ്പിച്ചു. ഇവർക്കൊരു കൂസലും ഇല്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ പണിക്ക് തന്നെ കയറിക്കോളാം എന്ന് പറഞ്ഞ് പണിക്ക് കയറി. ഇതുപോലെ നൈറ്റ് രാത്രിയില്ലേ ജോലിക്ക് കയറി. ഉച്ചയ്ക്ക് എനിക്ക് റൂമിൽ മേളിൽ വരെ ഒന്ന് പോകണമെന്ന് തോന്നി. മേളിൽ പോയി വെള്ളമെല്ലാം കുടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കൈയും കാലും കഴുകാനായിട്ട് ഒത്തോട്ട് വന്ന് അപ്പോൾ എനിക്ക് പുറയുന്ന ഒരു തൂളം കാണാം. പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ അതുപോലെ ഇങ്ങനെ വന്ന് മുഖം കഴുകിങ്ങനെ കുനിഞ്ഞ് നിന്ന് മുഖം കഴുകിയ സൈഡിൽ ഇങ്ങനെ ഒരാൾ വന്നിങ്ങനെ പിടിച്ച്
ഇങ്ങനെ പിടിച്ച് പിന്നെ പക്ഷേ കുതിരാനിങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നോക്കാൻ വരെ പിന്നോട്ടങ്ങ് പുറകോട്ടങ്ങ് മാറും. പിന്നെ അതുപോലെ തന്നെ ആഞ്ഞ് തള്ളിയപ്പോഴേ ഞാൻ താഴെ വീണ് കഴിഞ്ഞ് അന്ന് രാത്രിയിലെങ്ങാണ്ട് എനിക്ക് ഓർമ്മയില്ല എങ്കിൽ തന്നെ എനിക്ക് പറഞ്ഞു കേട്ട അറിവിൽ തന്നെ അവർ ഇങ്ങനെ പറയുന്ന ഒരു 2 ആൺപിള്ളേരെ സിവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സിവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ് എനിക്ക് അല്ലെങ്കിൽ ഒരാളെ തിരിച്ചറിയാനുള്ള കഴിവും അല്ല എനിക്കത് പറയാനുള്ള ചലനശേഷി പോലും നഷ്ടപ്പെട്ടു പോയി. അത് കഴിഞ്ഞ് ഇനി അടുത്തിരിക്കും എനിക്ക് സംസാരിക്കാനുള്ളൊരു കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ബോധമൊക്കെ തെളിഞ്ഞു. ഇപ്പം കമ്പനിക്കാർ പറയുന്നുണ്ട് ഇത് എന്ത് സംഭവിച്ചതാണെന്ന് നിങ്ങൾ പറയരുത്. അപ്പം എന്ത് സംഭവിച്ചതാണെന്ന് എനിക്കറിയില്ല, ഞാൻ മേളി വരെ പോകുന്നവർ ഇവർ പറഞ്ഞു ബാത്റൂമിൽ വീണതാണെന്നേ പറയാവുള്ളൂ. ഞാൻ പറഞ്ഞു ശരി അങ്ങനെയൊക്കെ പേടിച്ച് പറയാതിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് അച്ഛൻ്റെ ചേട്ടനും അല്ല ഇവിടെ അടുത്ത് ചെമ്പൂരെന്ന് പറയുന്ന സ്ഥലത്ത് ചോദിക്കും. അവർ വന്ന് ചോദിച്ചപ്പോൾ അവർ കള്ളമാണ് പറയുന്നത്. പക്ഷെ എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാൻ അവർ സമ്മതിക്കുകയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ഈ യൂണിയൻ ഈ പാള ഫെഡറേഷൻ ആൾക്കാരൊക്കെ ആയിട്ട് വന്ന് അത് പേടിച്ചവർ ഇവിടെ ESI ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കമ്പനിയിലെ മാനേജറുടെ ഒരു റിലേഷൻ ഒരു ചെറുക്കനും കൂടെ ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയത്. Her feet was broken here, so pin was put here. Then this leg was also broken. So this leg was also broken. Then she had fracture here also, this side. So pin was put here. Then her back was broken. So shall I come on this side? Okay. Her back was broken here. So still there is some this thing. So here it was broken. Then here pelvis. This pelvic bone was also broken. So she was not able to stand, not walk. So after that, given traction and everything, that everything has united. It took around 6 to 7 months. Then after that, so after 6-7 months, she was able to sit. Slowly, day by day. Then we made her stand, and slowly, then we made her walk. So after 1 year, she was discharged from the hospital. That time she was able to walk. What is it that sends women thousands of miles away from home and family to such institutions of brazen human rights violation? Let us look at their earnings. While a newcomer should be happy to get even 750 rupees a month, an experienced hand who can also satisfy the contractor may get up to 1,800 rupees. Deduct from that food and accommodation charges, and the girls would be lucky to take home 300 to 400 rupees. But wasn't food and accommodation meant to be free? Well, the contract labor system, with its multiple layers of agents and sub-agents, exposes the women to uncertainties about working and living conditions, and also frequent sexual harassment, preventing the workers from questioning. The root of all evil, it would seem, is the contract labor system under which the workers are employed. A system meant for short periods of work, it does not entitle the workers to any of the benefits of regular employment. But why does the fish processing industry work under the contract labor system? The industry claims that the nature of work is seasonal, wherein a worker works for an extended season of 10 months, takes a 2-month break, and then resumes work. So, when there is no continual work, where is the question of regular employment, they ask. In reality, however, the women are rotated between a company's various units in different locations, with often just a 10-day break to go home.
forced to be contract laborers. The women are entangled in a network of sub-agents, agents, contractors and companies. Usually, the sub-agent is the only point of reference for the workers who might not even know the name of the unit they are employed in. What were the conditions when Suja worked at Ravi Fisheries? Their movement heavily controlled, the workers had to take permission to leave the premises even after working hours. Whether they wanted to visit the temple, church, or the doctor, permission was granted for a limited time. While they were strictly prohibited from discussing work-related issues with outsiders, letters or messages bearing news of an emergency at home was simply not passed on to them. जो लोग माइग्रेट करके जाते हैं उनको लिविंग कंडीशंस भी ठीक प्रकार का होना चाहिए. जो कमाते हैं वो मिनिमम वेज भी नहीं होता. एक तरह से बॉन्डेड लेबर की स्थिति बन जाती है. इस प्रकार की जानकारी दी गई. परंतु देश में बॉन्डेड लेबर को कोई जगह नहीं है. We will not allow bonded labor anywhere in the country. तो जहाँ हमको पता लगता है कि इस प्रकार की स्थिति आ रही है उसका मुकाबला करके उसको हटाने का काम करेंगे. We were alarmed to see that women in the peeling section spend their workdays squatting on floors covered with cold water dripping from the icy raw material, without a break, without any protective gear. And this is going ahead apace. And as the informal economy increases, the possibility of working people having a voice, a say in their working conditions decreases. Women in particular often have no avenue for expressing their voice at work. Have Suja's experiences stopped women's journey in search of work? No. They want to go, work and earn. Earn and protect their families. All they ask for is a better fare. All they ask for is that the newer generations of girl children are not forced to struggle the way they did. Suja might have been lucky to have got such immense support from a host of NGOs, trade unions and lawyers. But will the thousands of nameless, faceless women still freezing in this cold, ruthless industry ever see light?